നമസ്കാരം. ഓം വിഷ്ണുമായ നമ. ഓം വിഷ്ണുമായ ചാത്തൻ സ്വാമിയേ നമ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, പണ്ടൊരിക്കലും ഒരാൾ സ്വാമിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ തന്നെയാണ്. പണ്ടൊരിക്കൽ ആൾ എന്നെ ഇങ്ങനെ കാണാൻ വന്നിട്ട്, അത് നല്ലൊരു ഉപാസകനാണ്, ഒരു മന്ത്രോപാസകനാണ്, ഗായത്രി ഉപാസകനാണ്. അപ്പോൾ എന്നോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഒക്കെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും കടന്നു വന്നവരാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു. ഗായത്രി മന്ത്ര ഉപാസനയും കാര്യങ്ങളായിട്ട് പോകുന്നു. നല്ല ഒരു മനുഷ്യനാണ്, ശുദ്ധനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കുറേ നാൾ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ ഭാവി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉപാസന ചെയ്യുന്നു, ഉപാസന തുടങ്ങി കുറച്ച് നാളായി, വർഷങ്ങളായി, കുഴപ്പമില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് എന്താണോ വേണ്ടത്, വിധിവിധാനമനുസരിച്ച് ആ ദൈവമെന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ആ ഒരു പരബ്രഹ്മ സ്വരൂപം നമുക്കായി കരുതി വച്ചിരിക്കുന്നത് എന്താണോ അത് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ ഞാൻ അപ്പോഴും അദ്ദേഹത്തിൽ കരുതിയിരുന്നതും അദ്ദേഹത്തിൽ കണ്ടതും മറ്റൊന്നായിരുന്നു. അദ്ദേഹത്തിൽ കണ്ടത്, അദ്ദേഹത്തിൻ്റെ ഉപാസന നടക്കുന്നു, അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, സന്ധ്യാവന്ദനാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. രാവിലെയും വൈകുന്നേരത്തുള്ള സന്ധ്യാവന്ദനാദി കർമ്മം, സന്ധിക്കുന്നിടത്ത് വന്ദിക്കുക. സന്ധ്യാവന്ദനം എന്ന് പറഞ്ഞാൽ രാത്രി ചെയ്യുക എന്നുള്ളതല്ല, സന്ധിക്കുന്നിടത്ത് വന്ദിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ രാത്രിയും പകലും ചേരുന്ന സമയം. അപ്പം അതിന് മധ്യാഹ്നം, ഉച്ചയ്ക്ക്, പിന്നെ അതുപോലെ തന്നെ രാത്രി അസ്തമനത്തിന് ശേഷം, അസ്തമിക്കുന്ന സമയം. അപ്പോൾ ഈ 3 സമയങ്ങളിൽ ആണ് ഈ സന്ധ്യാവന്ദനം ചെയ്യുന്നത്. ആ സന്ധ്യാവന്ദനമൊക്കെ മുറങ്ങി ചെയ്യുന്ന ആളാണ്, വളരെ നല്ല കാര്യം. പക്ഷേ ഞാൻ അദ്ദേഹത്തിൽ മറ്റൊന്ന് കണ്ടിരുന്നു. പിന്നെ ഒരിക്കൽ അദ്ദേഹം വന്നപ്പോൾ തന്നെ അത് അവനെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിധികൾ മുടങ്ങാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും സന്ധ്യാവന്ദനാദി കർമ്മങ്ങളെല്ലാം ചെയ്യുകയും അതോടൊപ്പം തന്നെ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. മന്ത്രോപാസന കറക്റ്റ് നടക്കുന്നു. ലക്ഷഗുരുവൊക്കെ ജപിച്ചു കഴിഞ്ഞ് വളരെ നല്ല തേജസ്വിയായ ഒരു വ്യക്തിയായി. പക്ഷേ അദ്ദേഹം ആരാവണം, നീ ഭഗവാന്റെ നിയോഗത്താൽ നീ ആരാവണം, എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നത് ഭഗവാനാണ്. ഞാനതിൽ കണ്ടതും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, അത് ഭഗവാൻ തീരുമാനിക്കും. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നിടത്തോളം എത്താൻ പറ്റുന്നില്ലല്ലോ തിരുമേനി, അപ്പോൾ എന്താ സ്വാമി അങ്ങനെ വരാൻ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, ഒരു ചെടിയിലൊരു പൂ വിരിഞ്ഞ്, പൂ മൊട്ടായി നിന്ന് ആ മൊട്ട് വിരിഞ്ഞ് അത് പുഷ്പമായി മാറി, അതിനുശേഷം അതിൽ തേൻ കുടിക്കാനായിട്ട് വണ്ടുകൾ വരും, അല്ലെങ്കിൽ പൂമ്പാറ്റകൾ വരും, ശലഭങ്ങൾ വരും. ആ സമയം വരെ കുറച്ചൊന്ന് കാത്തിരിക്കും എന്ന് പറഞ്ഞു. എന്തായിരുന്നാലും ശരി, അദ്ദേഹം ഇപ്പോൾ ഒരു വലിയൊരു വിഷ്ണുമായ സേവകനാണ്. വളരെ വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും, അദ്ദേഹത്തിന് പുറത്തുള്ള പൂജകളും കാര്യങ്ങളും ചെയ്യുന്ന ആളല്ല, എങ്കിലും അദ്ദേഹം നല്ലൊരു വിഷ്ണുമായ ഉപാസകനായി അദ്ദേഹം മാറി എന്നതും, ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്ന ആ വ്യക്തി ഭഗവാന്റെ അനുഗ്രഹത്താൽ, അത് അദ്ദേഹം ജപിച്ചുകൊണ്ടിരുന്ന മന്ത്രങ്ങളുടേതായിരിക്കാം. പക്ഷേ ഏത് മന്ത്രം ജപിച്ചാലും ഏത് മൂർത്തി ഉപാസിച്ചാലും നമ്മൾ എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ ഭഗവാൻ നമ്മളെ കൊണ്ടെത്തിക്കും. മനസ്സിലായില്ലേ? അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു. അദ്ദേഹം ഒരു വലിയൊരു വിഷ്ണുമായ ഭക്തനും ഉപാസകനും സേവകനും ഒക്കെയാണ്. അതാണ് ഞാനും മുൻപും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. നമ്മൾ ആരാവണം, എന്താവണം എന്ന് തീരുമാനിക്കുന്നത് ഭഗവാനാണ്. അറിഞ്ഞും അറിയാതെയും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളെ ശിക്ഷിക്കാനായിട്ട് നമ്മുടെ പിന്നാലെ ഓടി നടക്കുന്ന ഒരു മൂർത്തിയല്ല പ്രത്യേകിച്ചും വിഷ്ണുമായ എന്ന് പറയുന്നത്. തെറ്റുകുറ്റങ്ങൾ ഏതും പുറത്ത് തിരുത്തി നമ്മളെ എത്തേണ്ട വഴിക്ക് ഭഗവാൻ നമ്മളെ എത്തിക്കും. അതാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഓം വിഷ്ണുവായേ നമഃ. ഓം വിഷ്ണുവായേ നമഃ. ഓം വിഷ്ണുവായേ നമഃ.